കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതുവരെ നമ്മൾ 23 ലേണിംഗ് സപ്പോർട്ട് സെൻ്ററും ആൾ ഓവർ ദ കേരള നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 4 റീജിയണൽ സെൻറ്റേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 28 UG ആൻഡ് PG പ്രോഗ്രാംസ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 22,000 സ്റ്റുഡൻസ് ആൾറെഡി എൻറോൾ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തപ്പോഴും ഇതും തമ്മിലുള്ള വ്യത്യാസം ഒരു റെഗുലർ വിദ്യാഭ്യാസത്തിൽ കിട്ടുന്നതിനോടൊപ്പമോ അതിന് മുകളിലോ ഉള്ള ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പരിചയപ്പെടാനും കുറച്ചുകൂടി പ്രായമുള്ള സഹപാഠികളെ കിട്ടുമ്പോഴുണ്ടാകുന്ന മറ്റൊരു അനുഭവമൊക്കെ വളരെ നല്ലതായി തോന്നി. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ UGCയുടെ നിലവാരം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു റെഗുലർ വിദ്യാർത്ഥിയുടെ നിലവാരം അനുസരിച്ച് തന്നെയാണ് ഇവിടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തു പോകുന്നത്. പ്രായഭേദമന്യേ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. ആരും നമ്മളോട് വയസ്സ് എത്രയായി എന്ന് ചോദിക്കുന്നില്ല. ഏത് വയസ്സിൽ നിങ്ങൾക്ക് പഠിക്കാം, എന്തും പഠിക്കാം. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും പണവും ഇപ്പോൾ ഗവൺമെൻറ്റാണ് നൽകുന്നത്. ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. ക്ലാസ്സിൽ 110 മുകളിൽ പഠിതാക്കളുണ്ട്. അതിൽ തന്നെ 60% എംപ്ലോയീസ് റിട്ടയർ ചെയ്തവർ വിദേശത്തും അതേ കണക്ക് തന്നെ പട്ടാളത്തിൽ പോലും വർക്ക് ചെയ്യുന്നവർ പഠിക്കുന്നുണ്ട്. അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷമാണ് നമുക്ക് മുമ്പോട്ടൊരു പഠനം എന്നുള്ള ഒരു ചിന്ത തന്നെ വന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സമ്പൂർണ്ണ സാക്ഷരത, സമ്പൂർണ്ണമായിട്ടുള്ള അറിവ് നേടുക എന്ന് പറയുന്ന പ്രക്രിയ പൂർത്തീകരിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സർവകലാശാലയ്ക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൂടുതലും സ്ത്രീകളാണ് പഠിക്കാൻ വരുന്ന. അവരുടെ ചെറുപ്പകാലത്ത് അവർക്ക് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടിയെടുക്കാനായിട്ട് സ്ത്രീകളാണ് കൂടുതൽ പഠിക്കാൻ വരുന്നതും. അതിലും വലിയൊരു ചരിത്രം തന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു കലോത്സവം നടത്തുന്നത്. യഥാർത്ഥത്തിൽ യുവജനോത്സവം എന്നാണ് പറയേണ്ടത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പങ്കെടുക്കണമെങ്കിൽ അതിന് കലോത്സവം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് കാരണം ഞങ്ങളും പങ്കെടുത്തു. ഞങ്ങളും അതിനകത്ത് കുട്ടികളോട് മത്സരിച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പ്രായത്തിൽ. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും വന്ന ഈ മന്ത്രിസഭയ്ക്കും ഈ സർക്കാരിനും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കൂടെ അറിയിക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നു.